അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കാന്താരി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മൾ ചിക്കനൊക്കെ നല്ലപോലെ വാഷ് ചെയ്ത് ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. സോ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. ചെറിയുള്ളി, കാന്താരി, ജിഞ്ചർ ഗാർലിക്, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഉപ്പ്, പെപ്പർ പൗഡർ, പിന്നെ ലെമൺ ജ്യൂസ്, അതുകൂടാതെ കൊറിയാൻഡർ ലീവ്സും. സോ ഇത് ഒരു ഗ്രീൻ മസാലയാണ്. സോ ഫസ്റ്റ് നമുക്ക് ഈ കൊറിയാൻഡർ ലീവ്സ്, പിന്നെ അതുകൂടാതെ ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി ഇത്രയും അരച്ചിട്ട് നമുക്കൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഇനി ഈ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് അതിലേക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. പിന്നെ നമ്മളെ പൊടികളൊക്കെ ആവശ്യാനുസരണം ആഡ് ചെയ്യാം. ഒക്കെ വളരെ മിതമായ ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്താൽ മതി. കാരണം കാന്താരിയുടെ ഒക്കെ രുചിയാണ് മുകളിൽ എടുത്ത് നിൽക്കേണ്ടത്. അപ്പം എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതൊരു 30 to 45 മിനിറ്റ്സ് നമുക്ക് മാറ്റി വെക്കാം ഫ്രിഡ്ജിൽ. ഇനി നമുക്ക് കാന്താരി ചിക്കൻ ഫ്രൈ റെഡിയാക്കാം. പാനിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്ത് ശേഷം നമ്മൾക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. സോ അതിൻ്റെ ബാക്കി വന്ന മസാലാസൊക്കെ ജസ്റ്റ് അതിന് മുകളിലൊന്ന് പുരട്ടി കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റിന് ശേഷം തിരിച്ച് അതിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. ഇത് വളരെ രുചികരമായ ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാരണം കറിവേപ്പിലയുടെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഇതിനകത്തോട്ട് ഇറക്കും. സോ നമ്മുടെ കാന്താരി ചിക്കൻ റെഡിയായി വരുന്നുണ്ട്. നമ്മളിത് ഡിപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, തവ ഫ്രൈ ആണ്. ഇതാണ് കുറച്ചുകൂടെ ഹെൽത്തിയും. സോ നമ്മുടെ കാന്താരി ചിക്കൻ റെഡിയായി. ഇനി അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. ഒരു അലങ്കാരത്തിന് വേണ്ടി ഉള്ളിയൊക്കെ ചുറ്റും മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിത് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. താങ്ക് യു ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.